എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2013 മോഡൽ മാരുതിയുടെ എർട്ടിക പെട്രോൾ VXi വാഹനത്തിനാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. MPV സെഗ്മെന്റിൽ മാരുതി അവതരിപ്പിച്ച 1.2 ലിറ്റർ ഗണത്തിൽപ്പെട്ട അപ്ഡേഷൻസുമായിട്ട് ഇപ്പോഴും വിജയകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ വാഹനമാണിത്. ഇത് 2013 മോഡൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വെറും 69,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഗണത്തിലുള്ള വാഹനമാണിത്. ഈ വാഹനത്തിന് ആക്സിഡന്റുകളോ കാര്യങ്ങളോ ഫ്ലഡ് എഫക്റ്റുകളോ ഒന്നുമില്ല. മൂന്നാമത്തെ ഓണർഷിപ്പിലാണെങ്കിലും ഈ വാഹനം ഇതിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങളും ബോഡി ഭാഗങ്ങളും ഇന്റീരിയറിലായിക്കോട്ടെ എല്ലാം വളരെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. നിങ്ങൾക്ക് ഈ വാഹനം ആരെ കൊണ്ട് വന്ന് വേണേലും ഇൻസ്പെക്ട് ചെയ്യാവുന്ന ചോയ്സ് നിങ്ങൾക്ക് കസ്റ്റമർക്കുണ്ട്. പെട്രോൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മുഖം ചൊളിക്കേണ്ട, അത്യാവശ്യം നല്ല മൈലേജ് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. ഏകദേശം 16 എബോവ് എൻ്റെ ഒരു യൂസിൽ എനിക്ക് ഈ വാഹനം മൈലേജ് കാണിച്ചിരുന്നു. ഈ ഒരു വാഹനത്തെ നമ്മൾ ഡീസലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നത് ഡീസൽ ഗണത്തിൽപ്പെട്ട വാഹനമായിരിക്കും എർട്ടിക ഒരു 7 സീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ 2018 ശേഷം മാരുതി പെട്രോൾ എർട്ടിക മാത്രമേ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഇപ്പം റോഡിൽ ഓടുന്ന മിക്ക എർട്ടിക ടാക്സി ഗണത്തിൽപ്പെട്ട വാഹനങ്ങളും പെട്രോൾ വാഹനമാണ്. നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ മൈലേജ് അറിയണമെങ്കിൽ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വാഹനത്തിന് യഥാർത്ഥ മൈലേജ് എന്തെന്നുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ ഒരു വാഹനത്തിന് നമുക്ക് ഡീസൽ എഞ്ചിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മൈലേജിൽ ചെറിയ വേരിയേഷൻ നമുക്ക് ഉണ്ട് എങ്കിൽ പോലും മെക്കാനിക്കലി നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് പെട്രോൾ വണ്ടികളിലുണ്ട്. കാരണം ഇതിൽ നമുക്ക് ടൈമിംഗ് ചെയിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് പെട്രോൾ വാഹനത്തിലോട്ട് നമുക്ക് വരുന്നില്ല. അതായത് ഡീസൽ വണ്ടിയിൽ എർട്ടികയിൽ ഒരു ടൈമിംഗ് ചെയിൻ മാറണമെങ്കിൽ ഏകദേശം ഒരു 20-22,000 രൂപ ആവുന്നുണ്ടെന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അതുപോലെ അതിൻ്റെ ഓയിൽ കൂളർ പമ്പ്, ടർബോ ഇങ്ങനെയുള്ള ഘടകങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരാത്തതുകൊണ്ട്, പെട്രോൾ വാഹനത്തിൽ വരാത്തതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ വരുന്നില്ല. 7 സീറ്റ് ഗണത്തിൽപ്പെട്ട സെൻട്രലൈസ് കാര്യങ്ങളെല്ലാം ഉള്ള അത്യാവശ്യം ഒരു 7 പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രായമായ ആളുകൾക്കും എല്ലാം ഈസി ആയിട്ട് കയറുവാനും ഇറങ്ങുവാനും പറ്റുന്ന ഗണത്തിലാണ് ഇതിന്റെ സീറ്റിങ്ങൾ വന്നിട്ടുള്ളത്. 3 റോ ഗണത്തിൽപ്പെട്ട ഈ വാഹനം അത്യാവശ്യം ഏറ്റവും ബാക്കിയുള്ള കുട്ടികൾക്ക് മാത്രമല്ല വലിയ 2 ആളുകൾക്കും സുഖകരമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ വാഹനം മാരുതി മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയറിലാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത്. കാരണം ഇതിന്റെ ഞാൻ ആദ്യം പറയുന്നത് മൂന്നാമത്തെ ഉടമസ്ഥതയിലാണ്. പക്ഷെ ഇതിന്റെ മൂന്നാമത്തെ ഉടമസ്ഥതയിലുള്ള ആളുകൾ ഈ ഒരു വാഹനം വലിയ കാര്യഗൗരവമായിട്ട് അവർക്ക് ഉപയോഗിച്ചിട്ടില്ല. അവര് ഇത് വിദേശത്തേക്ക് അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ ഈ വാഹനം നമുക്ക് സെയിലിനായിട്ട് നമ്മുടെ കൈവശം വന്നിട്ടുള്ളതാണ്. നല്ല സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ടിങ് ആൻഡ് ഡ്രൈവിംഗ് ആണ് പെട്രോൾ വാഹനത്തിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ലൈനിൽ ഓടുമ്പോൾ ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള നമുക്കൊരു അത്യാവശ്യം മൈലേജ് കിട്ടാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പവർ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ഡീസൽ എഞ്ചിൻ്റെതായ ടോർക്ക് ന്യൂമറിക്കോ അല്ല അതിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ ഒരിക്കലും ഒരു പെട്രോൾ വാഹനത്തിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ നമുക്ക് നമ്മുടെ പോക്കറ്റ് കയറാത്ത രീതിയിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഈ വാഹനം നമുക്ക് മൈലേജ് തരുന്നുണ്ട്. ഇത് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. 4 ലക്ഷം രൂപ ID വാല്യൂ ഉണ്ട്. ഈ വാഹനത്തിന് ഫിനാൻസ് ലഭ്യമാണ്. വലിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വേണ്ട, ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് റോഡിൽ ഇറക്കാൻ കഴിയും. അത് കസ്റ്റമറുടെ സിവിൽ സ്കോറിനെ അനുസരിച്ചിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ സ്ഥലം വരുന്നത് കൂത്താട്ടോളത്തിന് അടുത്തുള്ള എലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാഹന വിൽപ്പന രംഗവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം. മറ്റൊരു വിൽപ്പന വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതുവരെ നമസ്കാരം.